തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 9 ആയിരിക്കുകയാണ്. 5 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അവിടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് 5 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയുള്ള വിവരങ്ങളാണ് പലരിൽ നിന്നായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഫയർഫോഴ്സ് നൽകുന്ന വിവരമനുസരിച്ച് 12 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ 12 വെടിക്കെട്ട് പുരകളും കത്തി നശിച്ചിരിക്കുന്നു എന്ന് ഫയർഫോഴ്സ് പറയുന്നു. അപകട വ്യാപ്തി എന്താണ് എന്നത് കണക്കാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നൊരു കണക്കാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ മന്ത്രി കെ രാജനും നമ്മളോട് പറഞ്ഞത് 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ ഏതാണ്ട് 17ഓളം പേരുടെ നില ഗുരുതരമായ പരിക്കുകളോടെ 17ഓളം പേരെ എത്തിച്ചിട്ടുള്ളത് എന്നതും പറയുന്നുണ്ട്. എന്തായാലും 3 പേർ ആശുപത്രിയിലുണ്ട് എന്നതിൻ്റെ വിവരം വരുന്നു. 12 വെടിക്കെട്ട് പുരകൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നു. ആ 12 വെടിക്കെട്ട് പുരകളും പൂർണ്ണമായും കത്തി നശിച്ചു എന്നത് കൂടി പറയുകയാണ്. ഈ 12 വെടിക്കെട്ട് പുരകളിലായിട്ടാണ് ഈ ആളുകൾ ജോലി ചെയ്തിരുന്നത്. അവർക്ക് ആർക്കൊക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടില്ല. കുറേയധികം പേർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 40 പേർ എന്നൊരു കണക്കിലേക്ക് നമ്മൾ എത്തുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്ത ഓർഡർ അനുസരിച്ച് 40 ഊണ് എന്ന ഒരു ഓർഡർ കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് 40 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതിൽ കുറേ പേർ നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ആ മനുഷ്യനടക്കം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ തീ പിടിക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഈ വെടിക്കെട്ടുപുരയിൽ ആദ്യം എവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് അദ്ദേഹത്തിനും അറിയില്ല. അപ്പോൾ വലിയ സ്ഫോടനം ഉണ്ടായതിന് അടുത്തുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ പാടത്ത് ചിന്നിച്ചിതറിയ നിലയിൽ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ശേഖരിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ചാക്കുകളിൽ ശേഖരിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വലിയ ആഘാതമാണ് ഈ അപകടം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമുണ്ട് എന്നത് ഇപ്പോഴും അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ DGP ഉൾപ്പെടെ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം മന്ത്രി കെ രാജൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഈ രക്ഷാ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ എത്തുന്നവർക്ക്